പ്രിയപ്പെട്ട സജിയച്ചൻ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, സിഡ്നിയിലെത്തി നിങ്ങളെയൊക്കെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ കഴിഞ്ഞത് വളരെയധികം സന്തോഷിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മനോഹരമായ സിഡ്നി ദേവാലയത്തിലെ ആരാധനയിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞതിലും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് സിഡ്നി പള്ളിയിൽ ഞാൻ നോക്കുമ്പോൾ ആത്മീക സംഘടനകൾ നല്ലവണ്ണം പ്രവർത്തിക്കുന്നു. ആത്മീയ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട സജിയച്ചന്റെ നേതൃത്വത്തിൽ നടക്കുകയും നിങ്ങളെല്ലാം അതിനകത്ത് സഹകരിക്കുകയും ചെയ്യുന്നത് അറിയുന്നത് കൊണ്ട് എനിക്കതിലും വളരെ സന്തോഷമുണ്ട്. കാരണം അതൊരു നല്ല അനുഭവമാണ്. ആത്മീക പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുക, കുഞ്ഞുങ്ങൾക്ക് ആത്മീകമായ പ്രചോദനം ഉണ്ടാകുക, ഇതൊക്കെ ഇന്ന് പലയിടത്തും കാണാത്ത കാര്യങ്ങളാണ്. സിഡ്നിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ യഥാർത്ഥത്തിൽ ധരിച്ചില്ല. ഇവിടെ വന്നപ്പോഴേ സജിയച്ചന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ഒരു ആത്മീയ കൂട്ടം, ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള, സ്പിരിച്വലി എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു സമൂഹം ഉണ്ടായി ഞാൻ കാണുന്നത് വളരെയധികം എനിക്ക് സന്തോഷം പകരുന്നതാണ്. നമുക്കറിയാം, ഇന്ന് സമൂഹത്തില് കുടുംബ ബന്ധങ്ങളും കുടുംബ മൂല്യങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബ തകർച്ച, ഡൊമസ്റ്റിക് വയലൻസ്, ചിൽഡ്രൻ അബ്യൂസസ്, അങ്ങനെ കുടുംബപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ കൂടുതൽ കണ്ടുവരുന്നത്. ഇന്ന് കുടുംബ കോടതികളില് കേസുകൾ ശ്രദ്ധിച്ചാൽ ഓരോ വർഷവും കേസുകൾ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ കുടുംബ ഘടനയില് അല്ലെങ്കിൽ കുടുംബ സംവിധാനത്തില് തകരാറുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? കുടുംബം തകർന്നാൽ നമ്മുടെ സമൂഹം തകരും, നമ്മുടെ സമൂഹം തകർന്നാൽ നമ്മുടെ ദേശം തകരും. അപ്പോൾ കുടുംബമാണ് ന്യൂക്ലിയസ്. ആ കുടുംബ മൂല്യങ്ങളും കുടുംബ ബന്ധങ്ങളും സംരക്ഷിക്കുവാൻ ഒരു ഉത്തമ ക്രിസ്തീയ കുടുംബം എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം. നമുക്കറിയാം, ഒരു ക്രിസ്ത്യൻ ഫാമിലി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. It is designed by God. It is not made by God. Sorry, it is not made by man. It is not man-made. It is God-made. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പേരക്കുട്ടികൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, ഇതെല്ലാം ഗിഫ്റ്റ് ഓഫ് ഗോഡാണ്. ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കൃപയാണ്. ഇത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ജീവിതക്രമം നമ്മൾ അതനുസരിച്ച് രൂപപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. A Christian family submit to God, trust in God, accept Jesus Christ as the head of the family, and it is a praying family. ഒരു ക്രിസ്തീയ കുടുംബം പ്രാർത്ഥന ഉള്ള കുടുംബമാണ്. സഭയിലെ നോമ്പുകൾ നോക്കുന്ന കുടുംബമാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന കുടുംബമാണ് ക്രിസ്തീയ കുടുംബം. മൂല്യാധിഷ്ഠിത ജീവിതം നയിക്കേണ്ടുന്ന കുടുംബമാണ് ക്രിസ്തീയ കുടുംബം. ക്രിസ്തീയ കുടുംബം മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമാണ്. അപ്പോൾ ക്രിസ്തീയ കുടുംബത്തില് ഇതുപോലുള്ള പാകപ്പിഴകൾ ഉണ്ടാകുവാൻ പാടില്ല.
മൂല്യാധിഷ്ഠിത ജീവിതം നയിക്കുന്ന കുടുംബമാണ് ക്രിസ്തീയ കുടുംബം. സനാതന മൂല്യങ്ങൾ, സ്നേഹം, സത്യം, ധർമ്മം, നീതി ഇവകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം ആണ് ഉത്തമമായ ഒരു ക്രിസ്തീയ കുടുംബം. ആ കുടുംബത്തിലാണ് സന്തോഷവും സമാധാനവും ഉണ്ടാകുക. A Christian family is a loving and caring family. It should be a loving and caring family. സ്നേഹമാണ് ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനപരമായ ശില. God is love എന്നാണ് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, നമ്മുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം, നമ്മുടെ ഭാര്യയോടുള്ള സ്നേഹം, ഭർത്താവിനോടുള്ള സ്നേഹം, പരസ്പര വിശ്വാസം, വിട്ടുവീഴ്ച മനോഭാവം, ഇത്തരം കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ആ കുടുംബം വിജയത്തിലേക്ക് തന്നെ പോകുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. Should be a caring family. സമൂഹത്തിലും നമ്മളുടെ സംഭാവനകൾ നമ്മൾ ചെയ്യണം. ആതൊരു ശുശ്രൂഷ, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മദർ തെരേസയെ പോലെ അഗതികൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന പ്രവണത, അശരരും ബലഹീനരുമായിട്ടുള്ളവർക്ക് സഹായഹസ്തം കൊടുക്കുക, നല്ല ശമരിയാക്കാരനെ പോലെയുള്ള ഒരു ജീവിതം കൂടി ഒരു ക്രിസ്തീയ കുടുംബത്തിന് ആവശ്യമാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിന് സബ്ലൈമായിട്ടുള്ള ഗോൾസ് ആവശ്യമാണ്, ലക്ഷ്യങ്ങൾ ആവശ്യമാണ്. ഒരു കുടുംബത്തിന് പൊതുവായിട്ടുള്ള നല്ല ലക്ഷ്യങ്ങൾ ആവശ്യമാണ്. അതൊരു കപ്പല് പോലെയാണ്. ഒരു കപ്പലിന്, ആ കപ്പിത്താന് ലക്ഷ്യമുണ്ടായത് കൊണ്ട് അത് മുന്നോട്ട് പോകുന്നു. പിന്നെ തുറമുഖത്ത് എത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ കുടുംബം അതുപോലെയാണ്. ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകും, അത് മുന്നോട്ട് പ്രയാണം ചെയ്യും. ചില്ലറ പ്രശ്നങ്ങൾ വന്നാലും അത് മുന്നോട്ട് തന്നെ പോകത്തുള്ളൂ, അത് മുങ്ങിപ്പോകത്തില്ല. അതുകൊണ്ട് ക്രിസ്തീയ കുടുംബത്തിന് ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് വിഭിന്നമായി നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു തത്വശാസ്ത്രം, ഒരു ജീവിത ശൈലി ഉണ്ടായിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സംഭാവനകൾ നമ്മുടെ സമൂഹത്തിന് ചെയ്യുവാൻ കഴിയൂ. ആത്മീയമായ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് അത് മാറി പോകാന് കഴിയില്ല. നമുക്കറിയാം, നമ്മുടെ പള്ളിയില് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന നേതൃത്വം ബഹുമാനപ്പെട്ട സജിയച്ചൻ വളരെ വളരെ കരണീയമായിട്ടുള്ള ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ ആത്മീകമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുമ്പോൾ അവർക്ക് വേറൊന്നും ചിന്തിക്കുവാൻ കഴിയില്ല. അവരെപ്പോഴും മാതാപിതാക്കളെ നോക്കിയാണ് ഇരിക്കുന്നത്. Parents should be examples for them. അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മളത് ചെയ്യാതിരിക്കണം. We should be examples for them. So they will learn from your example. They are not learning from your advice. They are very wise. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രവർത്തനങ്ങള്, നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നല്ല കായ്ഫലം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ, നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ, നമ്മുടെ കുടുംബകാര്യങ്ങളിൽ, നമ്മുടെ രഹസ്യവും പരസ്യവുമായ കാര്യങ്ങളിൽ എല്ലാം തന്നെ ദൈവത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും അത് തന്നെ ഫോളോ ചെയ്യും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങൾ എന്താണ്? നമ്മുടെ സമൂഹത്തില് ഒരു എക്സാമ്പിൾസ് ആകുവാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ ദുസ്വാതന്ത്ര്യം കൊണ്ട്, അവർ അവരുടെ വഴിപിടിച്ച ജീവിതത്തിലേക്ക് പോകുന്നത് കൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളും തെറ്റിപ്പോകുന്നു. നമ്മൾ മാതാപിതാക്കളെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ അവരോട് പെരുമാറുന്നു, അതുപോലെ ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് പെരുമാറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ നാട്ടില് മാതാപിതാക്കള് 80-90 ഒക്കെ വയസ്സായി കഴിഞ്ഞാല് അവരെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തള്ളിയിട്ട് ഇനി വരികയാണ്. പിന്നെ മാതാപിതാക്കളെ കുറിച്ച് അവർക്ക് അറിയേണ്ട കാര്യമില്ല.
എന്നുള്ള ധാരണയില് അത്ര കണ്ട് ധാർമ്മികത നമ്മുടെ നാട്ടില് താന്നിരിക്കുക. ധാർമ്മികത നിലവാരം അത്ര കണ്ട് താന്നിരിക്കുക. നമ്മൾ വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് ലൈഫാണ്. നമുക്ക് നമുക്ക് നല്ല ട്രെയിനിങ് കിട്ടുന്നുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നമുക്കറിയാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാന്. നമ്മുടെ ദാമ്പത്യ ബന്ധം, മാതാപിതാക്കളോടുള്ള ബന്ധം, കുഞ്ഞുങ്ങളോടുള്ള ബന്ധമൊക്കെ നമ്മൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ മനഃശാസ്ത്രപരമായിട്ട് നമ്മളത് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബം വിജയിക്കുന്നത്. നമ്മൾ ലൗകികമായിട്ട് എത്ര വളർന്നാലും നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മുടെ ആത്മീയ നിലവാരം താന്നാൽ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥവുമില്ല. നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകണമെങ്കിൽ ആത്മീയത വളരെ പ്രാധാന്യമാണ്. എ പ്രേയിങ് ഫാമിലി എന്ന് പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥന നടത്തിയിരിക്കണം. കുടുംബ പ്രാർത്ഥനയുടെ ടൈമില് സിനിമ അല്ലെങ്കിൽ ടിവിയില് പ്രോഗ്രാം ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ശീലമായി മാറുകയും കുടുംബ പ്രാർത്ഥന കംപ്ലീറ്റ് അവസാനിക്കുകയും അതിന്റെ ഫലമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങള് ആയിരിക്കും അനുഭവിക്കുന്നത്, നമ്മളും അനുഭവിക്കുന്നത്. ഇപ്പൊ അനുഭവിക്കാനുള്ള ഇവിടെ വെച്ച് തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നായിരുന്നില്ലെങ്കിൽ, മെച്ചപ്പെട്ട രീതിയിൽ ആയിരുന്നില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കും എന്ന് നാം മനസ്സിലാക്കും. എനിക്കറിയാം സിഡ്നി ദേവാലയത്തില് നല്ല രീതിയിലുള്ള ഒരു ആത്മീക പ്രബോധനമാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് നല്ലവണ്ണം അത് വ്യക്തമായിട്ട് മനസ്സിലായി. അച്ഛന്റെ നേതൃത്വം തീർച്ചയായിട്ടും നല്ലൊരു എക്സാമ്പിളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോഴ് ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്തീയ കുടുംബ ജീവിതം, ഒരു ഉത്തമമായ ഒരു ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുന്നതിന് നമ്മുടേതായിട്ടുള്ള ആത്മീയ സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കണം. ആത്മീയ സംസ്കാരം ആവശ്യമാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾക്ക് നല്ല ട്രെയിനിങ് ആണ് കിട്ടുന്നതെന്ന് എനിക്കറിയാം. കുഞ്ഞുങ്ങൾ എപ്പോഴും ഓർക്കേണ്ടുന്നത് ഓൾവേസ് താങ്ക് ഗോഡ് for his blessings, for the abundant love, for his abundant love. Obey your parents, respect your teachers and elders, concentrate on your studies and assignments, always do good. When you become a good person, you become a great person. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ വിശുദ്ധ വലിയ നോമ്പിന്റെ ഈ വേളയില് ദൈവത്തിന്റെ നിങ്ങളെ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കും.